നമസ്കാരം. എല്ലാവരും ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏക ആശങ്ക എന്ന് പറയാനുള്ളത് ചാർജിംഗ് സ്റ്റേഷനുകൾ അധികം ഇല്ല എന്നതായിരുന്നു. എന്നാൽ അതിന് പരിഹാരമാവുകയാണ് ഇപ്പോൾ. ഇലക്ട്രിക് വാഹന വിപണിയിൽ പുത്തൻ മാറ്റത്തിന് ഇറങ്ങിയിരിക്കുകയാണ് വാഹന നിർമ്മാതാക്കൾ. ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനായി ടെലികോം ടവർ നെറ്റ്വർക്കിന് സമാനമായ രീതിയിൽ കൂടുതൽ ചാർജിംഗ് സ്റ്റേഷനുകൾ പൊതു ഇടങ്ങളിൽ സ്ഥാപിക്കാനാണ് പ്ലാന്. ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി, മഹീന്ദ്ര തുടങ്ങിയ വാഹന നിർമ്മാണ മേഖലയിലെ വമ്പന്മാരാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് ഒരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ 100 നഗരങ്ങളിലായി ചാർജിംഗ് നെറ്റ്വർക്കുകൾ സ്ഥാപിക്കാനാണ് മാരുതി ലക്ഷ്യമിടുന്നത്. തുടർന്ന് 1000 നഗരങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും. തിരക്കുകളില്ലാതെ ഉപയോക്താക്കൾക്ക് യാത്ര സുഗമമാക്കാൻ ഇതിലൂടെ സാധിക്കും. 5 മുതൽ 10 കിലോമീറ്റർ പരിധിക്കുള്ളിൽ പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കാനാണ് മാരുതി പദ്ധതിയിടുന്നതെന്നും കമ്പനി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 95% ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കളും വീട്ടിൽ തന്നെയാണ് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത്. ടാറ്റ മോട്ടോഴ്സ് 250-ൽ പരം നഗരങ്ങളിലെ ഡീലർ ഔട്ട്ലെറ്റുകളിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യയിലൊട്ടാകെ 1.4 ലക്ഷം ഇലക്ട്രിക് വാഹന പോർട്ടുകൾ വീടുകളിൽ ടാറ്റ മോട്ടോഴ്സ് പൂർത്തീകരിച്ചിട്ടുണ്ട്. പൊതു ഇടങ്ങളിലും വീടുകളിലുമായി 25,000 ചാർജിംഗ് പോയിന്റുകൾ JSW-MG സ്ഥാപിച്ചിട്ടുണ്ട്. വൈദ്യുത വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള പലതരം ശ്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ലോക EV ദിനാചരണവും നടത്തിയിരുന്നു. ഇന്ത്യ അടക്കം ഒട്ടേറെ രാജ്യങ്ങൾ വൈദ്യുത വാഹനങ്ങൾക്ക് തീരെ കുറഞ്ഞ നികുതിയാണ് ഈടാക്കുന്നത്. വൈദ്യുത വാഹന നിർമ്മാണത്തിനും ബാറ്ററി ഗവേഷണത്തിനുമൊക്കെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ വേറെയും നൽകുന്നുണ്ട്. എങ്കിലും പെട്രോൾ, ഡീസൽ വാഹനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി വൈദ്യുത വാഹനങ്ങൾ മാത്രമാകുന്ന കാലം അടുത്തെങ്ങും ഉണ്ടാകില്ല. ഏതാനും വർഷം മുമ്പ് ഇക്കാര്യത്തിലുണ്ടായ അമിത ആത്മവിശ്വാസം ഇപ്പോൾ സർക്കാരുകൾക്കോ വാഹന നിർമ്മാതാക്കൾക്കോ ഇല്ലെന്ന് പറയണം. മൊത്തം വിൽപ്പനയുടെ നിശ്ചിത ശതമാനം വാഹനങ്ങൾ വൈദ്യുത വാഹനങ്ങളാകണമെന്നതിന് പല രാജ്യങ്ങളും പല വാഹന കമ്പനികളും സമയപരിധി നിശ്ചയിച്ചിരുന്നുവെങ്കിലും അത് അപ്രായോഗികമാണെന്ന് കണ്ട് മയപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ വൈദ്യുത വാഹനങ്ങൾ, പ്രത്യേകിച്ച് കാറും സ്കൂട്ടറും വാങ്ങുന്നവർ കൃത്യമായും തങ്ങളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് പ്രായോഗിക ബുദ്ധിയോടെയാണ് വാങ്ങുന്നത്. പരിസ്ഥിതിയോടുള്ള സ്നേഹക്കുറവ് കൊണ്ടാണ് കൂടുതൽ പേരും വൈദ്യുത കാറോ സ്കൂട്ടറോ വാങ്ങുന്നതെന്ന് ഇപ്പോൾ വാഹന നിർമ്മാതാക്കൾക്ക് വ്യക്തമായി കഴിഞ്ഞു. ബാറ്ററി ശേഷിയും സ്മാർട്ട് സാങ്കേതിക വിദ്യകളും മെച്ചപ്പെട്ടു വരുന്നതുകൊണ്ട് മിക്ക മോഡലുകൾക്കും ഇപ്പോൾ മോശമല്ലാത്ത റേഞ്ച് നൽകാനാവുന്നുണ്ട്. ബ്രേക്കിങ്ങിലും ആക്സിലറേഷൻ ഇല്ലാത്തപ്പോഴും ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്ന എനർജി റീജനറേഷൻ സംവിധാനം വൈദ്യുത വാഹനങ്ങളുടെ പ്ലസ് പോയിന്റായി മാറിയിട്ടുണ്ട്. മലകയറ്റത്തിൽ ചാർജിംഗ് കൂടുതൽ ചെലവായാലും ഇറക്കത്തിൽ റീജനറേഷനിലൂടെ ചാർജ് തിരികെ കിട്ടുമെന്നാണ് ഉപയോക്താക്കൾ പറയുന്നത്. ബഹുഭൂരിപക്ഷം ഉപയോക്താക്കൾക്കും വീട്ടിൽ തന്നെ ചാർജിംഗ് സംവിധാനം സജ്ജീകരിക്കുന്നവരാണ്. അത് തന്നെയാണ് ഏറ്റവും മികച്ച ഓപ്ഷനും.